വാക്കുപാലിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇന്ത്യ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി. കടൽക്ഷോഭത്തിൽ വീടുകൾ നഷ്ടമായ കൊല്ലം മുണ്ടയ്ക്കൽ തീരത്ത് കേന്ദ്ര സംഘം സന്ദർശനം നടത്തി. കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാലയുമായി കൃഷ്ണകുമാർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സംഘം കൊല്ലം തീരത്തെത്തിയത്. കൊല്ലം മുണ്ടയ്ക്കൽ തീരത്ത് കടൽക്കലിയിലെല്ലാം നഷ്ടമായവർക്ക് കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്ന് കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വാക്ക് നൽകിയിരുന്നു. പിന്നാലെ കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാലയുമായി വിഷയം സംസാരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഫിഷറീസ് സോണൽ ഡയറക്ടർ സിജോ പി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം മുണ്ടയ്ക്കൽ തീരത്തെത്തിയത്. ഇത് 3 മാസമല്ല 30 വർഷത്തിനും പുറമെ ആയിട്ട് ഈ കടലാക്രമണവും ഇവിടുത്തെ തീരദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. അതുകൊണ്ട് മന്ത്രി നേരിട്ട് വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേന്ദ്ര ഫിഷറീസ് സംഘത്തെ ഇന്നിവിടെ അയച്ചിരിക്കുന്നു. അവർ വന്ന് ഈ പ്രദേശം മുഴുവൻ കണ്ടിരിക്കുന്നു. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കും. ഉടനെ 2 ദിവസത്തിനും നടപടി നല്ല പറഞ്ഞു വരുന്നത് ശക്തമായ ഒരു പരിഹാര മാർഗത്തിന് വഴി തേടാനുള്ളതാണ്. 3 അംഗ സംഘം മുണ്ടയ്ക്കൽ തീരത്തെ നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ടു. ജനങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ തേടി. ഇപ്പോൾ അവിടെ ഒരു ലൈബ്രറിയും അംഗൻവാടിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കുട്ടികൾ കളിക്കുന്ന 11 പേരോളം 22 പേരോളം കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ആ സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പം ഒരു 6 മാസമായിട്ട് ആ തീരമൊന്നുമില്ല. അതിലൊരു 30 മീറ്ററോളം ഒരു വർഷത്തിന് മുമ്പ് കൂടെ ഉണ്ടായിരുന്നു. പ്രാഥമിക പരിശോധന നടത്താനാണ് എത്തിയതെന്ന് കേന്ദ്ര സംഘത്തിന് നേതൃത്വം നൽകിയ ഫിഷറീസ് സോണൽ ഡയറക്ടർ സിജോ പി വർഗീസ് പറഞ്ഞു. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കടലാക്രമണമായിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിനെപ്പറ്റി പഠിക്കാൻ മാത്രമായിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതില്ല, ഒരു സാഹചര്യമാണ്. കടൽക്ഷോഭത്തിൽ വീടുകളടക്കം നഷ്ടമായി വലിയ നാശനഷ്ടമുണ്ടായിട്ടും പ്രദേശത്തേക്ക് MLA അടക്കമുള്ളവർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി മുണ്ടയ്ക്കൽ തീരത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതേ സ്ഥലത്താണ് ദുരന്തമുണ്ടായി 48 മണിക്കൂറിനുള്ളിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൃഷ്ണകുമാർ ഉറപ്പുവരുത്തിയത്. ജനം, കൊല്ലം.